ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 8-ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ലാഖ് കി ചൂടിയാം എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. लाख की चूड़ियाँ. सारे गांव में बदलू मुझे सबसे अच्छा आदमी लगता था क्योंकि वह मुझे सुंदर सुंदर लाख की गोलियाँ बनाकर देता था. ആ ഗ്രാമത്തിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതായത് ഏറ്റവും നല്ല മനുഷ്യനായിട്ട് തോന്നിയത് ബദ്ലു ആണ്. ബദ്ലു കാരണം ബദ്ലു എനിക്ക് സുന്ദർ സുന്ദർ ലാഖ് കി ഗോലിയാം, അതായത് ലേഖകൻ പറയുകയാണ് നല്ല ഭംഗിയുള്ള ലാഖ് കി ഗോലിയാം എന്ന് പറഞ്ഞാൽ ലാഖ് കൊണ്ടുണ്ടാക്കിയ, ലാഗ് എന്ന പദാർത്ഥം കൊണ്ടുണ്ടാക്കിയ ഗോലിയാം, കഞ്ചെ, അതായത് നിങ്ങൾ കളിക്കുന്ന ആ ഗോട്ടികൾ, അതുകൊണ്ട് അതുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കവിടെ നാട്ടിൽ വെച്ചിട്ട് ആ ആളെയാണ്, അതായത് ബദ്ലു ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहाँ से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले. കാരണം നാട്ടിൽ പോകുന്നത് എനിക്ക് വളരെ അധികം ഇഷ്ടമായിരുന്നു. കാരണം ചാവ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ചാവ്, നാട്ടിൽ പോകുന്നത് വളരെ ഇഷ്ടമായിരുന്നു മാമൻ്റെ ഗ്രാമത്തിൽ. കാരണം അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ കുറേ ढेर സാരി ഗോലിയാം, അത് കുറേ കളർഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ആ ഗോട്ടികൾ കൊണ്ടാണ് ഞാൻ തിരിച്ച് പോവാറ്. ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഇതും കൊണ്ടായിരിക്കും. ഇത് ബദ്ലു ഉണ്ടാക്കി തരുന്നതാണ്. वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था, परंतु मैं उसे बदलू मामा न कहकर बदलू काका कहा करता था, जैसा कि गांव के सभी बच्चे उसे कहा करते थे. മാമൻ്റെ ഗ്രാമമായതുകൊണ്ട് മാമൻ്റെ ഗ്രാമത്തിലാണ് ഈ ബദ്ലു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ റീസൺ കാരണം എനിക്ക് ബദ്ലുവിനെ ബദ്ലു മാമ എന്നാണ് വിളിക്കേണ്ടിയിരുന്നത് ഞാൻ. പക്ഷെ ഞാൻ ബദ്ലു മാമ എന്ന് വിളിക്കാതെ ബദ്ലു കാക്ക എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. കാരണം മറ്റു കുട്ടികളും ഗ്രാമത്തിൽ ബദ്ലുവിനെ ബദ്ലു കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബദ്ലു കാ മക്കാൻ കുछ ऊंचे पर बना था. मकान के सामने बड़ा सा सहन था जिसमें एक पुराना नीम का वृक्ष लगा हुआ था. ബദ്ലുവിൻ്റെ വീടിനെ പറ്റിയാണ് പറയുന്നത്. ബദ്ലു എവിടെയാണ് താമസിച്ചത്? നല്ല ഹൈറ്റിലുള്ള ഒരു സ്ഥലത്ത്, അതായത് ഊഞ്ചേ പർത്ത. മക്കാൻ കെ സാമനെ ബടാ സ സെഹൻ ത. സെഹൻ എന്ന് പറഞ്ഞാൽ മുറ്റം, സെഹൻ ആംഗൻ. അപ്പോൾ സെഹൻ ഉണ്ടായിരുന്നു. ഥ ജിസ്മേ ഏക് പുരാന നീം കാ വൃക്ഷ ലഗാ ത. നീം എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ ഒരു വൃക്ഷമുണ്ടായിരുന്നു അവിടെ മുറ്റത്ത്. ഉസി കെ നീച്ചെ ബാറ്റ്കർ ബദ്ലു അപ്ന കാം കിയാ കർത്ത. അതിൻ്റെ താഴെ ഇരുന്നിട്ടാണ് ബദ്ലു തൻ്റെ പണികളൊക്കെ ചെയ്തിരുന്നത്. ബഗൽ മേ ഭട്ടി ദഹക്തി രഹത്തി ജിസ്മേ വ ലാഖ് പിഗ്ലായ കർത്ത. ഭട്ടി എന്ന് പറഞ്ഞാൽ ഈ തീ കനലൊക്കെ ഇട്ടിട്ട് തീ ആളി കത്തുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അങ്കിട്ടി ഈ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാണ്, അതിലാണ് വെച്ചിട്ട് ബദ്ലു ഉരുക്കാറുണ്ടായിരുന്നത്. ഈ ലാഖ് എന്ന സാധനം ഉരുക്കി വളകൾ ഉണ്ടാക്കിയിരുന്നത്, ഉരുക്കാൻ ഉപയോഗിച്ചതാണ് ഭട്ടി എന്ന്. അതിന് വേറെ പേരാണ് അങ്കീട്ടി എന്ന് പറയും. പിന്നെ ഈ ദഹക്തി ആകെന്ന് പറഞ്ഞാൽ, ദഹക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ജൽത്തി, നല്ലോണം ആളി കത്തുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ചൂട് കാരണം അത് മെൽട്ടായി പോകും ആ ലാഖ്. അങ്ങനെ ലാഖ് പിഗ്ലായ കർത്ത. പിഗ്ലാന എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുക. സാമനെ एक लकड़ी की चौखट पड़ी रहती जिस पर, चौखट എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ടൈപ്പ് ഫ്രെയിം ആയിരിക്കും. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ലാഖിനെ मुलायम होने पर वह उसे सलाख के समान पतला करके चूड़ी का आकार देता. അപ്പോൾ ഭട്ടിയിൽ ചൂടാക്കിയിട്ട് ഈ ലാഖിനെ മെൽറ്റ് ചെയ്തിട്ട് അത് മറ്റേ ഒരു സ്ക്വയർ ഫ്രെയിം ഉണ്ടാവുമല്ലോ അതിലിടും. ചോക്കട്ടിൽ, അത് ലക്കടി കാ ചോക്കോർ ടുക്ട, അതിലിട്ടിട്ട് പിന്നെ അതിന് സോഫ്റ്റ് ആയതിനു ശേഷം മുലായം ഹോനെപ്പർ ഓസെ സലാഖ് കെ സമാൻ പത്ല കർക്കെ. സലാഖ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു റോഡാണ്. അപ്പോൾ അതിൻ്റെ ആകൃതിയിൽ സമാൻ കർക്കെ ചൂടിക്ക ആക്കാർ ദേത്ത, അങ്ങനെ റൗണ്ട് വളയുടെ ആകൃതി കൊടുക്കും. പിന്നെ പാസ് മേ 4-6 വിഭിന്ന ആകാർക്കി ബേൽനുമ മുങ്കേരിയാം റഖി രഹത്തി. അപ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഷേപ്പ്, റൗണ്ട് ആകൃതിയിലുള്ള ഒരു സാധനമാണ് ബേൽനുമ മുങ്കേരിയ. അങ്ങനെ 4-6 സൈസിലുള്ള അതുണ്ടാവും. അതിൽ ഈ വളകൾ ഇട്ടിട്ട് അതിന്
कुछ पतली और पीछे से मोटी होती हैं ഈ മുങ്കേരിയം അത് ബേൽനുമ മുങ്കേരിയം എന്ന് പറഞ്ഞത് അതായത് നേരിയത് ഒരു സൈഡിലും പിന്നെ തടിച്ച് വരും മറ്റേ സൈഡിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഷേപ്പിലുള്ള ഒരു മരത്തിൻ്റെ ഇതിലാണ് ഈ വളകൾ കയറ്റുക എന്നിട്ട് അതിന് ശേഷം लाख चूड़ी का आकार देकर वह उन्हें मुंगेरियों पर चढ़ाकर गोल और चिकना बनाता ഇനിയും റൗണ്ട് ആക്കിയിട്ട് മാറ്റും ഈ വളകളെ അതിൽ വെച്ചിട്ട് എന്നിട്ട് चिकना बनाता അതിന് ഷൈനിങ് കൊടുക്കും तब एक एक कर पूरे हाथ की चूड़ियाँ बना चुकने के पश्चात वह उन पर रंग करता അങ്ങനെ ഓരോന്നാക്കിയിട്ട് ഓരോ വളകളും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് അതിന് ശേഷം കർ ചുക്കനേക്ക് പശ്ചാത്ത് അതിന് ശേഷമാണ് കളർ ചെയ്യാറ് ബദ്ലു യഹ് കാര്യ സദാ ഹി ഏക് മച്ചിയെ पर बैठकर किया करता മച്ചിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റൂൾ പോലെ ചെറിയൊരു സ്റ്റൂളാണ് മച്ചിയ അപ്പോൾ जो बहुत ही पुरानी थी പഴയതായിരുന്നു അത് പിന്നെ बगल में ही उसका हुक्का रखा रहता जिसे वह बीच बीच में पीता रहता ഒരു ഹുക്ക ഉണ്ടാവും എപ്പോഴും അടുത്ത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും गाँव में मेरा दोपहर का समय अधिकतर बदलू के पास बीता ഗ്രാമത്തിൽ പോകുമ്പോൾ കൂടുതൽ സമയവും എൻ്റെ ഉച്ച സമയം ബദ്ലുവിൻ്റെ അടുത്തായിരിക്കും ഞാൻ പോകുന്നത് ബദ്ലുക്കെ പാസ് ബീത്ത അധിക്തർ അതായത് കൂടുതൽ സമയം ബദ്ലുവിൻ്റെ കൂടെ ആയിരിക്കും ഞാൻ वह मुझे लल्ला कहा करता और मेरे पहुँचते ही मेरे लिए തുരന്ത് एक मच्छिया मंगा देता ലല്ല എന്നാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വന്ന ഉടനെ എനിക്കും ഒരു മച്ചിയ അതായത് ചെറിയൊരു സ്റ്റൂൾ വരുത്തിക്കും പിന്നെ मैं घंटों बैठे बैठे उसे इस प्रकार चूड़ियाँ बनाते देखता रहता മണിക്കൂർ കണക്കിന് അങ്ങനെ ഞാൻ ഇരുന്ന് ഈ വളകളൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കും लगभग रोज़ ही वह 4-6 जोड़े चूड़ियाँ बनाता അങ്ങനെ സെറ്റ് 4-6 സെറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും जोड़े चूड़ियाँ बनाता पूरा जोड़ा बना लेने पर वह उसे बेलन पर चढ़ाकर कुछ क्षण चुपचाप देखता रहता मानो वह बेलन न होकर किसी नववधु की कलाई हो അതൊരു നവവധുവിൻ്റെ അതായത് ഒരു ബ്രൈഡ് അല്ലേ അപ്പോൾ നവവധുവിൻ്റെ കൈയാണ് എന്ന രീതിയിൽ ആ ബേലനിൽ വളകൾ ഇട്ടിട്ട് ബേലൻ എന്ന് പറഞ്ഞാൽ ഈ ചപ്പാത്തിയൊക്കെ ഇതാക്കുന്ന ആ വടിയില്ലേ അതുപോലത്തെ ഒരു വടി ഉണ്ടാവും അതിൽ ഇങ്ങനെ ഈ വളകൾ ഇട്ടിട്ട് ഇങ്ങനെ നോക്കി അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും ബദ്ലു മണിഹാർ താ മണിഹാർ എന്ന് പറഞ്ഞാൽ വളകളൊക്കെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ്മാൻ മണിഹാർ ചുടിയാൻ ബനാന ഉസ്ക പൈതൃക് പേശ താ അതായത് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ് ഇത് അതായത് പൈതൃക് പേശ ജോലിയാണ് ഇത് അല്ലേ और वास्तव में यह बहुत ही सुंदर चूड़ियाँ बनाता था അങ്ങനെ ശരിക്കും വളരെ ഭംഗിയുള്ള വളകളാണ് ബദ്ലു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് उसकी बनाई हुई चूड़ियों की खपत भी बहुत थी അതായത് ഖപ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം ചിലവുള്ള അതായത് നല്ല വിറ്റു പോകുന്നത് उस गांव में तो सभी स्त्रियां उसकी बनाई हुई चूड़ियाँ पहनती ही थी आसपास के गाँव के लोग भी उसे चूड़ियाँ ले जाती थी ആ സമയത്ത് ഇത് കുട്ടിക്കാലത്തെ പറ്റിയാണ് ലേഖകൻ പറയുന്നത് ആ സമയത്ത് എല്ലാ സ്ത്രീകളുടെയും കയ്യിൽ അത് കാണാൻ പറ്റുമായിരുന്നു ഈ ചൂടിയ പഹൻതി തി और आसपास के गाँवों के लोग भी അതായത് ബദ്ലു ഉണ്ടാക്കിയ ഈ വളകൾ അവിടുത്തെ ഗ്രാമത്തിലെ സ്ത്രീകൾ മാത്രമല്ല ചുറ്റുവട്ടമുള്ള ഗ്രാമത്തിലെ സ്ത്രീകളും ഈ വളകൾ മേടിച്ചു കൊണ്ടുപോകുമായിരുന്നു परंतु वह कभी भी चूड़ियों को पैसों से बेचता नहीं था അതായത് കാശ് മേടിച്ചിട്ട് വിൽക്കാറില്ലായിരുന്നു അതിന് പകരം वस्तुविनिमय का तरीका था वस्तुविनिमय उसका अभी तक वस्तुविनिमय का तरीका था और लोग अनाज के बदले उससे चूड़ियाँ ले जाते थे വസ്തുവിനിമയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് സാധനം മേടിക്കുക അതായത് ഇപ്പോൾ അരി അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് ഈ വളകൾ മേടിച്ചുകൊണ്ട് അവർ പോവുമായിരുന്നു वस्तु विनिमय का तरीका था और लोग अनाज के बदले उसे चूड़ियाँ ले जाते थे അങ്ങനെ അരി കൊടുത്തിട്ട് വളകൾ കൊണ്ടുപോകുമായിരുന്നു ബദ്ലു സ്വഭാव से बहुत सीधा था सीधा എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു ഒന്നും ഇടപെടാത്ത ഒരാളായിരുന്നു मैंने कभी भी उसे किसी से झगड़ते नहीं देखा ആരുടെടുത്തും വഴക്ക് കൂടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഷാദി വിവാഹ के अवसरों पर अवश्य जिद पकड़ जाता था അതായത് വാശി പിടിക്കുമായിരുന്നു വെറും കല്യാണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കാരണം ഈ ലാക്കി ചൂടിയ സാധാരണ നവവധുക്കളാണ് ഇടാറ് അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിനാണ് ഈ വളകളുടെ ഇമ്പോർട്ടൻസ് കല്യാണമൊക്കെ വരുമ്പോഴാണ് ഈ വളകളുടെ ഇമ്പോർട്ടൻസ് അപ്പോൾ ആ സമയത്ത് ബദ്ലു വാശി പിടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ജിദ് പकड़ जाता था जीवन भर चाहे कोई उसे मुफ्त चूड़ियाँ ले जाए परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था അങ്ങനെ മുഴുവൻ ജീവിതവും ആര് വേണമെങ്കിലും ആ വളകൾ കാശ് കൊടുക്കാതെ കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ കല്യാണ സമയമാകുമ്പോൾ
അതിന് ആ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ബദ്ലു എപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് വാശി പിടിച്ചിട്ട് അതിന് വേണ്ടിയുള്ളത്, അതായത് വസ്തുവിനിമയം തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം അതിന് പകരമായിട്ട് മേടിക്കും. കാരണം അതിനൊരു വില കൊടുക്കാനാണ്. ആ ലാക്കി ചൂടിയ ലാക്ക് കൊണ്ടുണ്ടാക്കിയ ആ വളകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം ബദ്ലു അങ്ങനെ ചെയ്തിരുന്നത്. ആഖിർ സുഹാഗ് കെ ജോഡെ കാ മെഹത്വ ഹി ഓർ ഹോത്താ ഹൈ. സുഹാഗ് കാ ജോഡ എന്ന് പറഞ്ഞാൽ വിവാഹ സമയത്ത് ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് സുഹാഗ് കാ ജോഡ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വം തന്നെ വേറെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. मुझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर ज़रा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गए थे. അതായത് ഒരു ചെറിയ കാര്യത്തിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ലേഖകന്, ആരുടെയോ അതായത് മാമൻ്റെ ഒരു കസിൻ ലड़की വിവാഹ पर മാമാ के यहाँ किसी लड़की के विवाह पर ഒരു ചെറിയ കാര്യം വന്നപ്പോൾ തന്നെ ആ സമയത്ത് ബദ്ലുവിന് ദേഷ്യം വന്നു. പിന്നെ ബദ്ലുവിനെ മനസ്സിലാക്കി കൊണ്ടുവരാൻ വളരെ പ്രയാസപ്പെട്ടു. അതായത് ലോഹേ ലഗ്ന എന്ന് പറഞ്ഞാൽ മുഷ്കിൽ ഹോന, വളരെ പ്രയാസമായിരുന്നു പിന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട്. और फिर उसको मनाने में लोहे लगे, വളരെ കഷ്ടപ്പെട്ടു. विवाह में इसी जोड़े का मूल्य इतना बढ़ जाता था कि उसके लिए उसकी घरवाली को सारे वस्त्र मिलते, ढेरों अनाज मिलता, उसको अपने लिए पगड़ी मिलती और रुपये जो मिलते सो अलग. അങ്ങനെ കല്യാണ സമയത്താണ് ബദ്ലുവിന് കൂടുതലും എന്താ തിരിച്ച് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. കാരണം വിവാഹമേ ഇസി ജോഡേക്ക മൂല്യം ഇतना बढ़ जाता था, അതിൻ്റെ മൂല്യം, അതിന് വില അത്രയ്ക്ക്, വില എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. സുഹാക്ക ജോഡയാണത്. അപ്പോൾ ഉസ്കെ ലിയെ ഉസ്കി ഘർവാലിക്കോ സാരി വസ്ത്ര മിൽത്ത, അതിന് പകരം വസ്തുവിനിമയല്ലേ നടത്താറുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം ഈ വളകൾ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് ബദ്ലുവിൻ്റെ വൈഫിന്, ബദ്ലുവിൻ്റെ ഭാര്യയ്ക്ക് ഘർവാലിക്കോ സാരി വസ്ത്ര മിൽത്തെ, വസ്ത്രങ്ങളും പിന്നെ അരി ധാന്യങ്ങളും പിന്നെ ബദ്ലുവിന് വേണ്ടിയിട്ട് പഗടി തൊപ്പി അല്ലേ. ഓർ റുപ്പിയെ ജോ മിൽത്തെ സോ അലഗ്, അങ്ങനെ കാശും കിട്ടുമായിരുന്നു. यदि संसार में बदलू को किसी बात से चिढ़ थी तो वह थी कांच की चूड़ियों से. ഈ ലോകത്ത് ബദ്ലുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കുപ്പിവളകളോടായിരുന്നു. കുപ്പിവളകൾ ഇഷ്ടമല്ലായിരുന്നു. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियाँ दिख जाती तो वह अंदर ही अंदर कुड़ उठता और कभी कभी तो 2-4 बातें भी सुना देता. അങ്ങനെ ആരുടെങ്കിലും കയ്യിൽ, ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ ഇങ്ങനെ വളകൾ കണ്ടെങ്കിൽ, കുപ്പിവളകൾ, പിന്നെ അകത്ത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും കുപ്പിവളകളെ പറ്റി. അപ്പോൾ മുझसे तो वह घंटों बातें किया करता, कभी मेरी पढ़ाई के बारे में पूछता, कभी मेरे घर के बारे में और कभी यूं ही शहर के जीवन के बारे में. അങ്ങനെ എൻ്റെ അടുത്താണെങ്കിലോ മണിക്കൂർ കണക്കിന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ എൻ്റെ പഠിത്തത്തെ പറ്റിയായിരിക്കാം ചോദിക്കുന്നത്, പിന്നെ എൻ്റെ വീടിനെ പറ്റിയായിരിക്കാം, ചിലപ്പോഴൊക്കെ നഗരത്തിലെ ജീവിതത്തിനെ പറ്റിയും ചോദിക്കും. मैं उससे कहता कि शहर में सब कांच की चूड़ियाँ पहनते हैं, तो वह उत्तर देता शहर की बात और है लल्ला, वहाँ तो सभी कुछ होता है, वहाँ तो औरतें अपने मर्द का हाथ पकड़कर सड़कों पर घूमती भी हैं और फिर उनकी कलाइयाँ नाजुक होती हैं ना, लाख की चूड़ियाँ पहने तो मोच ना आ जाए എന്ന് പറയും. ഉത്തരമായിട്ട് പറയും ഈ നഗരത്തിലെ കാര്യങ്ങൾ തന്നെ വേറെയാണ്. കാരണം നഗരത്തിലെ സ്ത്രീകൾ എന്താ ചെയ്യുക, ഹസ്ബൻഡിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് അവർ നടക്കും. അതുമാത്രമല്ല അവരുടെ കൈകൾ ഈ ഗ്രാമത്തിലെ സ്ത്രീകളെ പോലെ ഇങ്ങനെ ജോലി ചെയ്തിട്ടുള്ള കൈകളല്ല, അവരുടെ മുലായമാണ്. അതായത് കലായം നാസുക് ഹോത്തി, കൈകൾ നല്ല സോഫ്റ്റാണ്, മുലായമാണ്. അത്ര ബലം അവർക്ക്, അത്ര വെയിറ്റ് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ലാക്കി ചൂടിയാം പഹനെ തോ മോച്ന ആജായ, അതിൻ്റെ വെയിറ്റ് അവർക്ക് താങ്ങത്തില്ല, ഉളുക്ക് വരത്തില്ല എന്ന് പറയും. മോച്ന ആജായ. कभी कभी बदलू मेरी अच्छी खासी खातिर भी करता है. जिन दिनों उसकी गाय के दूध होता वह सदा मेरे लिए मलाई बचा कर रखता. എന്താ ചെയ്യുക, ബദ്ലു നല്ലോണം ഖാത്തിർ ചെയ്യുക, അതായത് നല്ലോണം എന്താ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു തരും. ഖാത്തിർ ഭി കർത്ത. ജിൻ ദിനും ഉസ്കി ഗായ്ക്ക് ദൂത് ഹോത്ത, പശു പാല് കൊടുക്കുന്ന സമയത്ത് മലായി, അതായത് അതിനെന്താ പറയുക, ക്രീം അല്ലേ, പാലിൻ്റെ ആ ക്രീം അതിങ്ങനെ എടുത്തു വെക്കും. ബച്ചാക്കർ रखता और आम की फसल में तो मैं रोज़ ही उसके यहाँ से 2-4 आम खाता, परंतु इन सब बातों के अतिरिक्त जिस कारण वह मुझे अच्छा लगता वह यह था कि लगभग रोज़ ही वह मेरे लिए 1-2 गोलियाँ बना देता. അപ്പം മാമ്പഴക്കാലമായിരുന്നുകൊണ്ട് 2-3
മാങ്ങ ഞാൻ കഴിച്ചു അല്ലേ. परंतु इन सब बातों के अतिरिक्त ഇതൊന്നും അല്ലാതെ എനിക്ക് ബദ്ലുവിനെ എന്തുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്? കാരണം ബദ്ലു എപ്പോഴും एक दो गोलियां बना देता, അതായത് ലാഖ കൊണ്ടുണ്ടാക്കിയ ആ ഉരുളകൾ, അതായത് ആ ഗോട്ടിയാം അതുണ്ടാക്കി എന്നും തരുമായിരുന്നു. मैं बहुधा हर गर्मी की छुट्टी में अपने मामा के यहाँ चला जाता और एक आध महीने वहाँ रहकर स्कूल खुलने समय तक वापस आ जाता. അപ്പോൾ ഗർമി की छुट्टी എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ ഹമേഷ, ബഹുദ എന്ന് പറഞ്ഞാൽ ഹമേഷ, എല്ലാ സമ്മർ വെക്കേഷനിലും ഞാൻ മാമൻ്റെ നാട്ടിൽ പോവുമായിരുന്നു. എന്നിട്ട് 1-1.5 മാസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കാറാവുമ്പോൾ തിരിച്ച് പോരുമായിരുന്നു. परंतु 2-3 बार ही मैं अपने मामा के यहाँ गया हूँगा, तभी मेरे पिता की एक दूर के शहर में बदली हो गई और एक लंबी अवधि तक मैं अपने मामा के गांव न जा सका. അപ്പോൾ 2-3 പ്രാവശ്യമേ പോകാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ ആ ഗ്രാമത്തിൽ. കാരണം അതിനുശേഷം അച്ഛന് ദൂരെ എവിടെയോ ട്രാൻസ്ഫറായി. എന്നിട്ട് എനിക്ക് സമ്മർ വെക്കേഷൻ അവിടെ വരാനും പോകാനൊന്നും സാധിക്കാതെയായി. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് ഇനി लेखकन പറയുന്നത്. കാരണം അത് കുട്ടിക്കാലത്ത് ഉള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ तब लगभग 8-10 वर्षों के बाद जब मैं वहाँ गया तो इतना बड़ा हो चुका था. അതിന് ശേഷം ഒരു 8-10 വർഷത്തിന് ശേഷം അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം വലുതായി അല്ലേ, കുറച്ച് വലുതായപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ ഗോലിയോം, അതായത് ലാക്കി ഗോലിയോമേ മേരി രുചി നഹി രഹ ഗയി, അതായത് ഇപ്പോൾ എനിക്ക് ആ ഗോട്ടികളിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ ഏജ് ആയപ്പോഴേക്കും. अतः गांव में होते हुए भी कई दिनों तक मुझे बदलू का ध्यान न आया. ഞാൻ ഗ്രാമത്തിൽ പോയി അല്ലേ, ആ സമയത്ത് എന്നിട്ട് ഗ്രാമത്തിൽ എത്തിയിട്ട് പോലും എനിക്ക് ബദ്ലുവിനെ ഒട്ടും അങ്ങനെ ഓർമ്മിച്ചിട്ടില്ല ഞാൻ ബദ്ലുവിനെ. मुझे बदलू का ध्यान न आया. इस बीच मैंने देखा कि गांव में लगभग सभी स्त्रियां कांच की चूड़ियां पहने हुई. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ശ്രദ്ധ പോയത് മറ്റ് സ്ത്രീകളുടെ കയ്യിലൊക്കെ കുപ്പിവളകളായിരുന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത്, കുട്ടിക്കാലത്ത് എല്ലാ സ്ത്രീകളുടെയും കൂടുതൽ സ്ത്രീകളുടെ കയ്യിലും ലാഖിൻ്റെ വളകളായിരുന്നു അല്ലേ, ലാക്കി ചൂടിയാംതി. ഇപ്പോഴാണെങ്കിലോ എല്ലാം കുപ്പിവളകളാണ് ഉടുത്തിരിക്കുന്നത്. അതിൽ വിരളെ, അതായത് കുറച്ച് ആൾക്കാർ മാത്രം അല്ലേ, കുറച്ച് ആൾക്കാർ മാത്രം. വിരളേഹി ഹാത്തോമേ മെനെ ലാക്കി ചൂടിയാം തേക്കി. വിരളേഹി എന്ന് പറഞ്ഞാൽ ബഹത് കം, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഞാൻ കയ്യിൽ ഇത് എന്താ ലാക്കി ചൂടിയാം ഇട്ടതായിട്ട് കണ്ടിട്ടുള്ളൂ. तब एक दिन सहसा मुझे बदलू का ध्यान आया. सहसा എന്ന് പറഞ്ഞാൽ अचानक मुझे याद आया, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. बात यह हुई कि बरसात में मेरे मामा की छोटी लड़की आंगन में फिसल कर गिर पड़ी. ഫിസൽക്കർ എന്ന് പറഞ്ഞാൽ തെന്നി വീണു. മഴക്കാലമായിരുന്നു, ആ ബർസാത്ത് മഴക്കാലമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടി, മാമൻ്റെ ചെറിയ കുട്ടി ആംഗൻമേ, അതായത് മുറ്റത്ത് തെന്നി വീണു അല്ലേ. അപ്പോൾ गिरपड़ी और उसके हाथ की कांच की चूड़ी टूटकर उसके कलाई में घुस गई. അതായത് കുപ്പിവളയാണ് ആ കുട്ടി ഇട്ടിരുന്നത്, ആ കുപ്പിവള കയ്യിലോട്ട് കുത്തിക്കേറി അല്ലേ. എന്നിട്ട് ചോര വരികയും ചെയ്തു. खून बहने लगा, ചോര ഒഴുകാൻ തുടങ്ങി. मेरे मामा उस समय घर पर न थे, मुझे ही उसकी मरहम पट्टी करनी पड़ी. तभी सहसा मुझे बदलू का ध्यान आया और मैंने सोचा कि उससे मिलाओ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ സമയത്ത് മാമനും ഇല്ല. അപ്പോൾ എനിക്ക് തന്നെ മർഹം പട്ടി കറി, മർഹം പട്ടി എന്ന് പറഞ്ഞാൽ മരുന്ന് വെച്ച് കെട്ടുക അല്ലേ. ഘാവ് പർ ദവാ ലഗാക്കർ പട്ടി ബാന്ന. ഘാവ് എന്ന് പറഞ്ഞാൽ മുറിവിൽ മരുന്ന് തേച്ചിട്ട് പട്ടി ബാന്ന, അതിനാണ് പറയുന്നത് മർഹം പട്ടി. അങ്ങനെ എനിക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. തബി സഹസാ മുझे ബദ്ലു കാ ധ്യാന. ആ സമയത്താണ് പെട്ടെന്ന് എനിക്ക് ബദ്ലുവിനെ ഓർമ്മ വന്നത്. ഓർ मैंने सोचा कि उससे मिलाओ. അപ്പോഴാണ് ഇനി പോയി കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചത്. अतः शाम को मैं घूमते घूमते उसके घर चला गया. അങ്ങനെ പതുക്കെ ഇറങ്ങി അല്ലേ. വൈകിട്ടായപ്പോഴേക്കും ബദ്ലുവിൻ്റെ വീട്ടിൽ ഇറങ്ങി. ബദ്ലു വഹി ചബൂത്തരെ पर नीम के नीचे एक घाट पर लेटा था. ചബൂത്തര എന്ന് പറഞ്ഞാൽ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം, സ്ക്വയർ പീസിൽ പൊങ്ങിയിരിക്കുന്ന സ്ഥലം, വരാന്ത പോലെ ഉണ്ടാവും. പക്ഷേ ഇത് നീം കെ പേട് കെ നീച്ചെ അല്ലേ. അപ്പോൾ നീമിൻ്റെ ആ പേടിൻ്റെ താഴെ ആ ചബൂത്തരയിൽ ഇങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുമായിരുന്നു അല്ലേ. ഘാട്ട് പർ ലേട്ടാത്ത. ഘാട്ട് എന്ന് പറഞ്ഞാൽ ചാർപ്പായി 4 അത് കട്ടിൽ തന്നെ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്ന ഘാട്ട്. ഘാട്ട് പർ ലേട്ടാത്ത, അതായത് കിടക്കുകയായിരുന്നു. നമസ്തേ ബദ്ലു കാക്ക मैंने कहा. നമസ്തേ പറഞ്ഞു. അപ്പോൾ നമസ്തേ ഭയ്യ. उसने मेरी नमस्ते का उत्तर दिया और उठकर खाट पर बैठ गया. നമസ്തേ പറഞ്ഞിട്ട് എണീച്ചിരുന്നു. परंतु उसने मुझे पहचाना नहीं और देर तक मेरी ओर निहारता रहा. അതായത് പക്ഷേ എന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു അല്ലേ. എണീറ്റിരുന്നു, നമസ്തേ പറഞ്ഞു, പക്ഷേ എന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു, ഞാൻ ആരാണെന്ന് ബദ്ലുവിന് മനസ്സിലായിട്ടില്ലായിരുന്നു.
അപ്പോൾ പറഞ്ഞു, അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നിഹാർത്താ റഹ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മേ ഹൂ ജനാർദ്ദൻ കാക്ക, ഞാനാണ് ജനാർദ്ദൻ എന്ന് പറഞ്ഞു. കാക്ക, ഞാൻ ജനാർദ്ദനാണ്. ആപ്കെ പാസേ ഗോലിയാ ബൻവാക്കർ ലേ ജാത്താ താ, മേനെ അപ്ന പരിചയ ദിയ, അങ്ങനെ പരിചയം കൊടുത്തു, അതായത് പരിചയപ്പെട്ടു അല്ലേ. ഞാൻ ജനാർദ്ദനാണ്, ഞാൻ കുട്ടിക്കാലത്ത് ഗോലിയാം ബൻവാക്കർ ലേ ജാത്താ താ, ചെറിയ ചെറിയ ഗോട്ടികൾ ഉണ്ടാക്കി ഇവിടുന്ന് കൊണ്ടുപോവായിരുന്നു. ബദ്ലു ഫിർ ഭി ചുപ് റഹ, അപ്പോഴും മിണ്ടാതിരുന്നു. മാനോ വ അപ്നി സ്മൃതി പട്ടൽ പർ അതീത് കെ ചിത്ര ഉതാർ റഹാ ഹോ. സ്മൃതി പട്ടൽ പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർമ്മകളുടെ ആ ഇതിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു, ചിത്രങ്ങൾ അല്ലേ. ചിത്ര ഉതാർ റഹാ ഹോ ഓർ തബ് വ ഏകദം ബോൽ പടാ, പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ ഓരോന്നും വന്നു അല്ലേ. എന്നിട്ട് പെട്ടെന്ന് സംസാരിച്ചു. ആവോ ലല ബേഠോ എന്ന് പറഞ്ഞു, വാ വാ ഇരിക്കുമെന്ന് പറഞ്ഞു. ബഹുത് ദിൻ ബാദ് ഗാമായ, കുറേ കാലത്തിന് ശേഷമാണല്ലോ ഗ്രാമത്തിൽ വന്നത്, ഇവിടെ നാട്ടിൽ വന്നത് എന്ന് ചോദിച്ചു. ഹാ ഇധർ ആനാ നഹി ഹോ സക്കാ കാക്ക, मैंने चारपाई पर बैठते हुए उत्तर दिया. ആ ശരി, എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചാർപ്പായി, അതായത് കട്ടിലിൽ ചാർപ്പായിൽ അവിടെ ഇരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ, അതായത് ബദ്ലുവിൻ്റെ അടുത്ത് ഇരുന്നു. कुछ देर फिर शांति रही. मैंने इधर उधर दृष्टि दौड़ाई. न तो मुझे उसकी मच्छियाँ ही नजर आई, ना ही भट्टी. അപ്പോൾ കുറേ നേരം അവിടെ നിശബ്ദതയായിരുന്നു, ശാന്തിയായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ഇവിടെ നോക്കിയപ്പോൾ മച്ചിയയും കണ്ടില്ല, ഭട്ടിയും കണ്ടില്ല. മച്ചിയ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന അരിപ്പിടം അല്ലേ, ചെറിയൊരു സ്റ്റൂള്. പിന്നെ ഭട്ടി എന്ന് പറഞ്ഞാൽ ഫർണസ്, ആ തീ ആളി കത്തുന്ന, പിന്നെ ആ മെൽറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ട ആ സാധനം ഭട്ടി, ഫർണസ്. ആജ്കൽ കാം നഹി കർത്തെ കാക്ക, ഇപ്പോൾ പണിയൊന്നും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. मैंने पूछा नहीं लल्ला, काम तो कई साल से बंद है. मेरी बनाई हुई चूड़ियाँ कोई पूछे तब ना, तब तो गांव गांव में कांच का प्रचार हो गया. वह कुछ देर चुप रहा, फिर बोला, मशीन युग है ना यह लल्ला, आजकल सब काम मशीन से होता है. खेत भी मशीन से जोते जाते हैं, और फिर जो सुंदरता कांच की चूड़ियों में होती है, लाख में कहाँ संभव है എന്ന് പറഞ്ഞു. അല്ല ലല്ല, ഞാനിപ്പോൾ എല്ലാ ജോലിയും പണിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. കാരണം ആരെങ്കിലും ചോദിച്ചാലല്ലേ, ലാക്കി ചൂടി ആരും ചോദിച്ചു വരാറില്ല. പിന്നെ ഓരോ ഗ്രാമങ്ങളിലും ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത് കുപ്പിവളകളാണ്, എല്ലാവർക്കും കുപ്പിവളകളാണ് വേണ്ടത്. പിന്നെ കുറേ നേരം നിശബ്ദമായിട്ടിരുന്നിട്ട് പിന്നെ വീണ്ടും പറഞ്ഞു, ഇപ്പോൾ മെഷീൻ യുഗമല്ലേ, മെഷീനറി അല്ലേ മനുഷ്യർക്ക് പകരം ഉപയോഗിക്കുന്നതല്ല. ആജ്കൽ സബ് കാം മെഷീൻ സെ ഹോത്തെ, എല്ലാ ജോലികളും മെഷീൻ കൊണ്ടല്ലേ ചെയ്യുന്നത്. ഖേത് ബി അല്ലേ, ഖേത്തിലും കൃഷിസ്ഥലങ്ങളിലും എന്താ ഇങ്ങനെ കിളയ്ക്കാനൊക്കെ എല്ലാം മെഷീൻ സെ ജോത്തെ ജാത്തെ ഹെ. और फिर जो सुंदरता कांच की चूड़ियों में होती है, लाख में कहाँ संभव है. പിന്നെ ഈ കുപ്പിവളകളിലുള്ള ആ ഭംഗി, അല്ലാതെ ഇങ്ങനെ ഭംഗിയാക്കലൊന്നും ലാക്കി ചൂടിയയിൽ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പറയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം കുപ്പിവളകളാണ് എന്ന് പറഞ്ഞു. ലേക്കിൻ കാഞ്ച് ബഡാ ഖതർനാക് ഹോത്താ ഹെ നാ, ഖതർനാക് എന്ന് പറഞ്ഞാൽ നുക്സാൻ ദേനെ വാല, നുക്സാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറവ് അല്ലേ, അതായത് ഖതർനാക് ഡേഞ്ചറസ് എന്ന് പറയാം, എന്തെങ്കിലും പരിക്ക് പറ്റിക്കുന്നത്. ഖതർനാക് ഹോത്താ ഹെ, ബടി ജൽദി ടൂട്ട് ജാത്താ ഹെ, പിന്നെ വേഗം പൊട്ടുന്നുണ്ട്. मैंने कहा नाजुक तो फिर होता ही है लला. कहते कहते उसे खांसी आ गई और वह देर तक खांसता रहा. नाजुक तो फिर होता ही है लला, അതായത് കുപ്പിവള എന്ന് പറഞ്ഞാൽ എന്തായാലും മുലായമായിരിക്കും അല്ല, എന്തായാലും അത് പൊട്ടുന്ന ഇതായിരിക്കും, അത്ര ഇതല്ല, എന്താ നല്ല കടക്കായിരിക്കില്ല. നല്ല നാസുക്ക് എന്ന് പറഞ്ഞാൽ മുലായമായിരിക്കും, വേഗം പൊട്ടുന്നതല്ലേ ഉണ്ടാവത്തുള്ളൂ കുപ്പിവളകൾ. അതുകൊണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ചുമയ്ക്കാൻ തുടങ്ങി, അതായത് ഖാസി, ചുമയ്ക്കാൻ തുടങ്ങി. ഓർ ആകെ ഓർ വ ദേർ തക് ഖാസ്താ രഹ, അങ്ങനെ കുറേ നേരം ഇങ്ങനെ ചുമച്ചുകൊണ്ടിരുന്നു. മുझे ലഗാ ഉസേ ദമാ ഹെ, ദമാ എന്ന് പറഞ്ഞാൽ ആസ്തമയാണെന്ന് എനിക്ക് തോന്നി. അവസ്ഥയ്ക്ക് സാത്ത് സാത്ത് ഉസ്ക ശരീർ ഢൽ ചുക്കാത്ത, ഈ അവസ്ഥ അതായത് ഈ പ്രായത്തിനനുസരിച്ചിട്ട് ശരീരവും ഇങ്ങനെ ശുഷ്കിച്ചിരുന്നു. ഢൽ ചുക്കാത്ത ഉസ്കെ ഹാത്തോം പർ ഓർ മാഥേ പർ നസേ ഉഭറായിത്തെ, അതായത് പ്രായമായ പോലെ ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അല്ലേ, പ്രായമായ അവർക്ക് കാണാൻ പറ്റും ഇങ്ങനെ പുറത്ത്. അപ്പം അതുപോലെ അയാൾ കാണപ്പെട്ടു. ജാനെ കേസെ ഉസ്നെ മേരി ശങ്ക ഭാംപ്ലി ഓർ ബോല, എനിക്കെന്തോ സംശയമുണ്ടെന്ന് തോന്നിയിട്ട് എന്താണെന്നറിയില്ല എൻ്റെ അടുത്ത് ചോദിച്ചു. ദമ നഹി ഹെ മുझे, ഫസ്ലി ഖാസി ഹെ, എനിക്ക് ദമ അല്ല, അതായത് ആസ്തമയല്ല, എനിക്ക് ഫസൽ, അതായത് ക്ലൈമറ്റ് സീസണൽ ചുമയാണ്, ക്ലൈമറ്റ് മാറിയതിൻ്റെയാണെന്ന് പറഞ്ഞു. യഹി മഹീനെ 2 മഹീനെ സെ ആ രഹി ഹെ, ഇങ്ങനെ 2-3 മാസം ഇങ്ങനെ വരുന്നുണ്ട്, ഇനി 10-15 ദിവസം ആകുമ്പോഴേക്കും പോകും. 10-15 दिन में ठीक हो जाएगी, ശരിയായിക്കോളും. मैं चुप रहा. मुझे लगा उसके अंदर कोई बहुत बड़ी व्यथा छिपी है. എന്തോ എനിക്ക്, പിന്നെ ഞാൻ മിണ്ടാതിരുന്നു. എനിക്കെന്തോ തോന്നി, എന്തോ മനസ്സിനെന്തോ
ബദ്ലുവിന് വിഷമമുണ്ട്, മനസ്സിനെന്തോ തോന്നി. വ്യഥ എന്ന് പറഞ്ഞാൽ വിഷമം, എന്തോ വിഷമമുണ്ട് എന്ന് എനിക്ക് തോന്നി. मैं देर तक सोचता रहा, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. कि इस മെഷീൻ ने कितने हाथ काट दिए हैं. അത് ഞാനിങ്ങനെ ആലോചിച്ചു, ഈ മെഷീൻ യുഗത്തിൽ എത്ര പേരുടെ കൈ കാട്ട് ദിയെ എന്ന് ഉദ്ദേശിച്ചത്, മുറിച്ചിരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചത് അവരുടെ പണി ഇല്ലാതാക്കി, അവരുടെ എന്താ കരകൗശലം ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ പണി ഇല്ലാതെയായി. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഞാൻ, ഇങ്ങനെ ആലോചിച്ചു പോയി. കിത്നെ ഹാത്ത് കാട്ട് ദിയെ. കുച്ച് ദേർ ഫിർ ശാന്തി രഹി ജോ മുझे अच्छी नहीं लगी. പിന്നെ വീണ്ടും അവിടെ ഒരു നിശബ്ദതയായിരുന്നു, അതെനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആം की फसल अब कैसी है काका. कुछ देर पश्चात मैंने बात का विषय बदलते हुए पूछा. ആം की फसल, മാമ്പഴത്തിൻ്റെ സീസൺ എങ്ങനെയുണ്ട്, ഇപ്രാവശ്യം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. കുച്ച് ദേർ പശ്ചാത്ത്, അത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, കാരണം വിഷയം മാറ്റാനായിട്ട്. വിഷയം ബദൽത്തെ ഹുए, വിഷയം മാറ്റിക്കൊണ്ട് ഞാൻ ചോദിച്ചു. अच्छी है लला, बहुत अच्छी है, उसने लहक कर उत्तर दिया और अंदर अपनी बेटी को आवाज़ दी. अरे रज्जो, लला के लिए आम तो ले आ. അങ്ങനെ ഇങ്ങനെ എൻ്റെ ചോദിച്ചു. ആം കി ഫസൽ कैसी ചോദിച്ചു, അതായത് കൃഷി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം വിഷയം മാറ്റാനായിട്ട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്നെ ലഹക്കർ ഉത്തർ ദിയ, ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല എന്ന രീതിയിൽ. ഓർ അന്തർ അപ്നി ബേട്ടിക്കോ ആവാസ് ദി, പിന്നെ മകളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ലലയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഫിർ മേരി ഓർ മുഖാദിബ് ഹോക്കർ, മുഖാദിബ് എന്ന് പറഞ്ഞാൽ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിട്ട്, മുഖത്തിൽ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. മാഫ് കർണ ലല, തുമേ ആം ഖിലാന ഭൂൽ ഗയാ താ. ഞാൻ മാപ്പാക്കണം, ഞാൻ മറന്നു പോയതാ നിനക്ക് മാമ്പഴം കഴിപ്പിക്കാൻ. കാരണം നീ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, കുട്ടിക്കാലത്ത് എപ്പോഴും മാങ്ങ കഴിച്ചതിന് ശേഷമേ അദ്ദേഹം പോവാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നഹി കാക്ക, ആം തോ ഇസ് സാൽ ബഹുത് ഖായേ, ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് മാങ്ങ ഈ വർഷം. അപ്പോൾ വാ ബിനാ ആം ഖിലായ കേസെ ജാനേ ദുങ്ക തുംകോ. ഓ, എങ്ങനെ നിന്നെ അയക്കാൻ പറ്റും എനിക്ക് മാങ്ങ കഴിപ്പിക്കാതെ എന്ന് അദ്ദേഹം ചോദിച്ചു. मैं चुप हो गया. मुझे वे दिन याद हो आए जब वह मेरे लिए मलाई बचा कर रखता था. ഞാൻ മിണ്ടാതെയായി. പിന്നെ അതിനുശേഷം എനിക്ക് ഓർമ്മ വന്നത് ക്രീം, അതായത് പാലിൻ്റെ ആ പാടയില്ല, പാൽപ്പാട, അതിങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു ബദ്ലു. ഗായ് തോ അച്ചി ഹേന കാക്ക, മേനെ പൂച്ച, പശുവൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചു, പശുക്കൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഗായ് കഹാ ഹേലല്ല, 2 സാൽ ഹുവേ ബേച്ച് ദി, കഹാ സെ ഖിലാത്ത. 2 വർഷമായി, ഇപ്പോൾ പശുക്കളൊന്നും ഇല്ല, ഞാൻ വിറ്റല്ലോ 2 വർഷമായിട്ട്, എവിടുന്ന് അവരെ കഴിപ്പിക്കാനാണ്, കാരണം കഴിപ്പിക്കാനുള്ള ആ കാശ് പോലും ബദ്ലുവിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. ഇത്തേ മേ റജ്ജു ഉസ്കി ബേട്ടി അന്തർ സെ എക് ഡലിയ മേ ഢേർ സെ ആംലയായി. അതായത് റജ്ജു, അതായത് ആദ്യം പറഞ്ഞതല്ലേ ബദ്ലു, നിഹാർക്കർ, അതായത് സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമ്പഴം കൊണ്ടുവരാൻ റജ്ജുവിൻ്റെ അടുത്ത് അല്ലേ. അപ്പോൾ റജ്ജു അകത്ത് പോയിട്ട് എക് ഡലിയാമേ, അതായത് ഒരു കൊട്ട, ബാമ്പു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ട, ചെറിയൊരു പാത്രം പോലത്തെ, അതിൽ മാമ്പഴങ്ങളിങ്ങനെ നിറച്ചു കൊണ്ടുവന്നു. ഢേർ സെ ആം. യഹ് തോ ബഹുത് ഹൈ കാക്ക, ഇത്നെ കഹാ ഖാ പാऊंगा, ഇത്ര ഞാൻ എങ്ങനെ കഴിക്കും, ഇത് കുറേ ഉണ്ടല്ലോ. मैंने कहा वाह वह हंस पड़ा. शहरी ठहरे ना. ഓ, വലിയ ആള്, നീ ഇപ്പോൾ നഗരത്തിലെ അല്ലേ, നഗരവാസിയല്ലേ എന്ന് ചോദിച്ചു. मैं तुम्हारी उम्र का था तो इसके चौगुने आम एक बखत में खा जाता था. നിൻ്റെ ഏജിലായിരുന്നപ്പോൾ ഞാൻ ചൗഗുനെ ആം, അതായത് 4 ഇരട്ടി, ഏക് ബഖത്ത് മേ, അതായത് ഒരു നിമിഷം കൊണ്ട്, ഒരു നേരം കൊണ്ട് ഞാൻ, ബഖത്ത് എന്ന് പറഞ്ഞാൽ സമയം, വഖത്ത്, പിന്നെ ബഖത്ത് മേ ഖാ ജാത്താ താ, ഒരു നിമിഷം കൊണ്ട് ഞാൻ കഴിക്കുമായിരുന്നു. ആപ് ലോഗോ കി ബാത് ഓർ ഹേ, മേനെ ഉത്തർ ദിയ, നിങ്ങളുടെ കാര്യം വേറെ തന്നെയാണ്, കാരണം ഒരു സ്റ്റാമിന, അതായത് പണ്ട് കാലത്തെ ആൾക്കാർക്ക് അങ്ങനെ കഴിവുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ലേഖകൻ പറയുന്നത്. अच्छा बेटी, लला को 4-5 आम छाट कर दो, सिंदूरी वाले देना, देखो लला कैसे हैं, इसी साल यह पेट तैयार हुआ. ശരി മോളെ, ഇനി 4-5 മാങ്ങ എടുത്തിട്ട് നല്ലത് നോക്കിയിട്ട്, അതായത് ചാട്കർ എന്ന് പറഞ്ഞാൽ വെവ്വേറെ ആക്കി നല്ലത് നോക്കിയിട്ട്, സിന്ദൂരി വാലിദേന എന്ന് പറഞ്ഞു. സിന്ദൂരി എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത മാങ്ങ, നല്ലത് നോക്കിയിട്ട് തരാനാണ് പറഞ്ഞത്. എന്നിട്ട് ലലേൻ്റെ അടുത്ത് പറഞ്ഞു, കഴിച്ച് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്രാവശ്യത്തെ മാവ്, അതായത് പുതിയ പൂത്ത മാവിൽ നിന്നാണ് ഇത് മാമ്പഴം എടുത്തിട്ടുള്ളത്. റജ്ജുവിനെ 4-5 ആം അഞ്ജുലി മേ ലേക്കർ മേരി ഓർ ബടാ ദിയ, അങ്ങനെ കൈക്കുള്ളിൽ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ നേരെ നീട്ടി. ആം ലേനെ കെ ലിയെ मैंने हाथ बढ़ाया तो मेरी निगाह एक क्षण के लिए उसके हाथों पर ठिठक गई. ഈ നിഗാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൃഷ്ടി, അതായത് ഞാൻ പെട്ടെന്ന് നോക്കിപ്പോയി, കൈയിൻ്റെ വള, അതായത് ഠിഠക് ഗൈ എന്ന് പറഞ്ഞാൽ നിന്നു പോവുക, ഒന്ന് ശ്രദ്ധിച്ചു, അതായത് ഠിഠക് ഗൈ.
गोरी गोरी कलाइयों पर लाख की चूड़ियाँ बहुत ही फब रही थी. അതായത് ഗോരി ഗോരി കലായ എന്ന് പറഞ്ഞാൽ കൈ അല്ലേ, നല്ല വെളുത്ത കയ്യിൽ ഇങ്ങനെ ഭംഗിയിലുള്ള ലാഖ് കി ചൂടിയാം, ലാഖ് കൊണ്ടുണ്ടാക്കിയ ആ വളകൾ ആ കുട്ടിയുടെ കയ്യിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫബ് റഹീത്തി എന്ന് പറഞ്ഞാൽ നല്ല ചേരുന്നുണ്ടായിരുന്നു, നല്ല സുന്ദരമായിരുന്നു കാണാൻ, സുന്ദർ थी. बदलू ने मेरी दृष्टि देख ली और बोल पड़ा, यही आखिरी जोड़ा बनाया था जमींदार साहब की बेटी के विवाह पर. 10 आने पैसे मुझको दे रहे थे. मैंने जोड़ा नहीं दिया, कहा शहर से ले आओ. അപ്പോൾ നോക്കുന്നത് കണ്ടപ്പോൾ ആ കൈ നോക്കുകയായിരുന്നു അല്ലേ ലേഖകൻ. ആ സമയത്ത് ബദ്ലുവിന് മനസ്സിലായി ലാക്കി ചൂടിയ അതിനെപ്പറ്റി, ലാക്കിൻ്റെ ആ വളകളെ പറ്റിയാണ് ലേഖകൻ ആലോചിക്കുന്നത് എന്ന് ബദ്ലുവിന് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, അത് ലാസ്റ്റത്തെ ജോഡിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം ആ സമയത്ത് അവിടുത്തെ ജമീന്ദാർ, അവിടുത്തെ വലിയ ആളുടെ ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആഖ്രി ജോഡ, അതായത് അവസാനത്തെ ജോഡിയാണത്. ജമീന്ദാർ സാബ്, അവിടുത്തെ ജമീന്ദാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ജമീന്ദാർ എന്താ പറഞ്ഞത്, 10 ആണി, 10 അണ കാശാണ് അതിന് കൊടുക്കാൻ സമ്മതിച്ചത്. പക്ഷേ മെനെ ജോഡ നഹി ദിയ, കഹ ഷെഹർ സെ ലേലോ, എന്നിട്ട് ഞാനത് കൊടുക്കാതെ അത് എടുത്തു വെച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നഗരത്തിൽ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞു ജമീന്ദാരുടെ അടുത്ത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനമാണ്, അതിൻ്റെ മഹത്വം. ആ ലാക്കി ചൂടിയാം അതെത്ര മഹത്തരമാണ്, എത്ര വിലയുള്ളതാണ് എന്ന് ബദ്ലുവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവർക്ക് അദ്ദേഹം കൊടുക്കാൻ അത് തയ്യാറുമല്ല. मैंने आम ले लिए और खाकर थोड़ी देर पश्चात चला आया. मुझे प्रसन्नता हुई कि बदलू ने हार कर भी हार नहीं मानी थी. उसका व्यक्तित्व कांच की चूड़ियों जैसा न था कि आसानी से टूट जाए. मैंने आम ले लिए, ഞാൻ കഴിച്ചിട്ട് മാങ്ങയെല്ലാം കഴിച്ചിട്ട് थोड़ी देर पश्चात കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മുझे പ്രസന്നത हुई, എനിക്ക് സന്തോഷം തോന്നിയതിൽ ഒരു കാരണമുണ്ട്. അദ്ദേഹം ഇപ്പോൾ പണി ചെയ്യുന്നില്ല, മാത്രമല്ല കാശിൻ്റെ അവർക്ക് കുറവുണ്ട്. എങ്കിലും തോറ്റിട്ടും ഹാർ നഹി മാനിത്തി, അതായത് തോറ്റു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു സ്വാഭിമാനിയായിട്ട് അല്ലേ, അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. ആ ലാഖ് ചൂടിയ അതിന് വില കുറച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിന് അത്രയ്ക്ക് വിലയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹാർ നഹി മാനി थी. उसका വ്യക്തിത്വം കാഞ്ച് കി ചൂടിയും ജസ ന था. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഈ കുപ്പിവളകളെ പോലെയല്ല, അതായത് വേഗം ഒടിഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല. കി ആസാനി സെ ടൂട്ട് ജായ്, കി ആസാനി സെ ടൂട്ട്, വേഗം പൊട്ടിപ്പോകുന്നത് പോലെയല്ല കുപ്പികൾ. അതുകൊണ്ട് കുപ്പിവളകളെ പോലെയല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് കാമതാനാഥ് ലേഖകൻ പറയുന്നത്. ലാഖ് മത്ലബ് ലാഹ്, അതായത് ഒരു പദാർത്ഥമാണ്. പൈതൃക് മത്ലബ് പിതാ സംബന്ധി, അതായത് പൈതൃകമായിട്ട് കിട്ടിയത്, അതായത് ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ മാറി വരുന്നത് അല്ലേ പൈതൃകം. ചാവ് എന്ന് പറഞ്ഞാൽ ഖുഷി, സന്തോഷം. മണിഹാർ എന്ന് പറഞ്ഞാൽ ചൂടി ബനാനേവാല, അത് ക്രാഫ്റ്റ്മാൻ ആണ് ഈ വളകളൊക്കെ ഉണ്ടാക്കുന്നത്. ഗോലിയാം എന്ന് പറഞ്ഞാൽ കഞ്ചെ, ഗോട്ടികൾ. നവധു എന്ന് പറഞ്ഞാൽ നെയ് ബഹു, ബ്രൈഡ്. മോഹ് എന്ന് പറഞ്ഞാൽ ആകർഷിത് ഹോന, അട്രാക്റ്റ് ആവുക. മച്ചി എന്ന് പറഞ്ഞാൽ ചോക്കോർ ഘാട്ട്, ഇരിക്കാനുള്ള ഒരു സ്റ്റൂളാണ്, സ്ക്വയർ. സെഹൻ എന്ന് പറഞ്ഞാൽ ആങ്കൻ എന്ന് പറഞ്ഞാൽ മുറ്റം. പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ബാദ്മേ, പിന്നീട് എന്ന്. വൃക്ഷ് എന്ന് പറഞ്ഞാൽ പേഡ്, അല്ലെങ്കിൽ ബേൽ നമൂന മുങ്കേരിയാം എന്ന് പറഞ്ഞാൽ ഗോൽ ലക്കടി, അതായത് റൗണ്ട് മരത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഭട്ടി എന്ന് പറഞ്ഞാൽ അങ്കീട്ടി. സലാഖ് എന്ന് പറഞ്ഞാൽ ഭട്ടി എന്ന് പറഞ്ഞാൽ ഫർണസ് ആണ് കേട്ടോ. സലാഖ് എന്ന് പറഞ്ഞാൽ ധാതു കി ഛഡ്, ധാതു എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ഒരു വടിയാണ്. ദഹക്കത്തി എന്ന് പറഞ്ഞാൽ ജൽത്തി, ആളി കത്തുന്നത് അല്ലേ. ചൗഖട്ട് എന്ന് പറഞ്ഞാൽ ലക്കടി കാ ചോക്കോർ ടുക്ട, ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം, ഒരു മരത്തിൻ്റെ ചോക്കോർ സ്ക്വയർ. പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ബാദ്മേ, അതായത് പശ്ചാത്ത് എന്നാൽ അതിന് ശേഷം എന്ന് പറയത്തില്ലേ. പിന്നെ മുഖാത്തിബ് എന്ന് പറഞ്ഞാൽ സാമ്നെ മുഖ് കർക്കെ ബോൽന, മുന്നേ ഇങ്ങനെ നോക്കി, മുമ്പോട്ട് തന്നെ മുഖത്തിന് നോക്കി സംസാരിക്കുക. ലഹ്ക്കർ എന്ന് പറഞ്ഞാൽ ഖുഷ് ഹോക്കർ, അതായത് സന്തോഷത്തോടെ. ഢേർ എന്ന് പറഞ്ഞാൽ ബഹോത്ത്, കുറേ. പിന്നെ ചൗഗുനി എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി, 4 ഗുണ. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നസർ, അതായത് നോക്കുക അല്ലേ. ബഖത്ത് എന്ന് പറഞ്ഞാൽ വക്ത്, സമയം അല്ലേ.
ബഖത്ത് എന്ന് പറഞ്ഞാൽ സമയ്. ഫബ് എന്ന് പറഞ്ഞാൽ സുന്ദർ, മനോഹരമായിട്ടുള്ളത്. അഞ്ജുലി എന്ന് പറഞ്ഞാൽ ഹത്തേലി, അതായത് ഉള്ളംകൈ. ഠിഠക് എന്ന് പറഞ്ഞാൽ റുക്ന, അതായത് നിന്നു പോവുക. വാസ്തവ് ഹക്കീക്കത്ത്, ശരിയായ സത്യം അല്ലേ. ലോഹെ ലഗാന മുഷ്കിൽ ഹോന, അതായത് പ്രയാസപ്പെടുക. ഖപ്പത്ത് എന്ന് പറഞ്ഞാൽ ബിക്രി, വിറ്റുപോകുന്നത് അല്ലേ. വസ്തുവിനിമയം എന്ന് പറഞ്ഞാൽ വസ്തുക്കെ ബദലെ വസ്തു, ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു മേടിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഷാദി. അന്തർ ഹി അന്തർ കുഡ്ന എന്ന് പറഞ്ഞാൽ മൻഹി മൻ ദുഃഖി ഹോന, മനസ്സിൽ വിഷമം ഇങ്ങനെ നിറയുക അല്ലേ. കസർ എന്ന് പറഞ്ഞാൽ കമി, കുറവ്. മറദ് എന്ന് പറഞ്ഞാൽ പതി, മർദ് എന്നാണ് മരദ്, പതി. ഘർവാലി എന്ന് പറഞ്ഞാൽ പത്നി, ഭാര്യ. നാസുക്ക് എന്ന് പറഞ്ഞാൽ കോമൽ, അതായത് സെൻസിറ്റീവാണ്, ഫ്രജൈലാണ്, സെൻസിറ്റീവ്. നാസുക്ക്, കോമൽ. ഢേറോം എന്ന് പറഞ്ഞാൽ ബഹത് സാറ, അതായത് കുറേ. അതിരിക്ത് എന്ന് പറഞ്ഞാൽ അലാവ, അതല്ലാതെ എന്നാണ് അർത്ഥം വരുന്നത്. പഗടി എന്ന് പറഞ്ഞാൽ പഗ്. പിന്നെ റോസ് എന്ന് പറഞ്ഞാൽ പ്രതിദിൻ, അതായത് എല്ലാ ദിവസവും. വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖം. അതീത് കെ ചിത്രം എന്ന് പറഞ്ഞാൽ പുരാനി യാദേം, അതീത് കെ ചിത്രം, അതായത് പഴയ ഓർമ്മകൾ. നാസുക്ക് എന്ന് പറഞ്ഞാൽ മുലായം, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൃഷ്ടി, നസർ, ദൃഷ്ടി, നസർ. ദമ എന്ന് പറഞ്ഞാൽ ലഗാത്താർ ഖാസ്തേ രഹന, ഈ ആസ്തമയൊക്കെയുള്ളവർക്ക് അങ്ങനെ ആവാറുണ്ട്. ഭട്ടി എന്ന് പറഞ്ഞാൽ ചൂല, അതായത് ഫർണസ്. ഢൽ എന്ന് പറഞ്ഞാൽ കംസോർ, ക്ഷീണിക്കുക. പ്രചാർ എന്ന് പറഞ്ഞാൽ ചലൻ, അതായത് നടത്തിപ്പ്. ഉഭർ എന്ന് പറഞ്ഞാൽ ദിഖ്നെ ലഗി, കാണപ്പെട്ടു എന്ന്. ഖത്തർനാക്ക് എന്ന് പറഞ്ഞാൽ നുക്സാൻ ദേനെവാല. പിന്നെ ഹാത്ത് കാട്ടന എന്ന് പറഞ്ഞാൽ ബേറോസ്ഗാർ ഹോന, അതായത് ജോലി ഇല്ലാതാവുക എന്നാണ് ഈ കഥയിൽ ഹാത്ത് കാട്ടന എന്നതിൻ്റെ മീനിങ്. നിഹാർത്ത എന്ന് പറഞ്ഞാൽ ഏക് ടക് ദേഖ്ന, നല്ലോണം നോക്കുക. ശങ്ക എന്ന് പറഞ്ഞാൽ ദുവിധ യാ ഷക്ക്, ഡൗട്ട് തോന്നുക അല്ലേ, സംശയം തോന്നുക. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം, ബേഡ. സഹസ ഏകായക് എന്നാണ്, ഏകായക് എന്നാണ് അർത്ഥം. സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. പിന്നെ മർഹം പട്ടി, ഘാവ് പർ ദവാ ലഗാക്കർ പട്ടി ബാന്ന, മരുന്ന് വെച്ച് കെട്ടുക. ധ്യാൻ ഖയാൽ എന്നാണ്, അതായത് ഓർമ്മ വരിക. അവധി എന്ന് പറഞ്ഞാൽ സമയ്. ധ്യാൻ എന്ന് പറഞ്ഞാൽ യാദ്, യാദ് എന്ന് തന്നെയാണ് അർത്ഥം. രുചി ലഗാവ്, രുചി ലഗാവ്, അതിനോട് ഒരു ഇഷ്ടം അല്ലേ. പിന്നെ സ്ത്രീയാം, ഓർത്തേയും, സ്ത്രീകൾ. ബഹുദ ഹമേഷ, അത് എല്ലായ്പ്പോഴും. വിരളെ ബഹോത് കം, അതായത് വളരെ കുറച്ച്. ഭാംപ് എന്ന് പറഞ്ഞാൽ ജാന്ന, അതായത് അറിയാൻ ശ്രമിക്കുക. സഹസ എന്ന് പറഞ്ഞാൽ അച്ചാനക്, പെട്ടെന്ന്. ഖാട്ട് എന്ന് പറഞ്ഞാൽ ചാർപ്പായ, അതായത് കട്ടിൽ. ചബൂത്തര എന്ന് പറഞ്ഞാൽ ഊഞ്ചി ഓർ ചോറസ് സ്ഥാനം, അതായത് വരാന്ത പോലെ അല്ലേ, കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ചബൂത്തര. ഫസ്ലി ഖാൻസി എന്ന് പറഞ്ഞാൽ ബദൽത്തെ മൗസം കെ കാരൺ ഹുയി ഖാൻസി, അതായത് ക്ലൈമറ്റ് ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ചുമയാണ് ഫസ്ലി ഖാൻസി. कहानी से प्रश्न 1, बचपन में लेखक अपने मामा के गांव चाव से क्यों जाता था और बदलू को बदलू मामा न कहकर बदलू काका क्यों कहता था? അതായത് കുട്ടിക്കാലത്ത് എന്തുകൊണ്ടാണ് ലേഖകൻ മാമൻ്റെ നാട്ടിൽ പോകുമ്പോൾ അവിടെ ബദ്ലുക്കോ, അതായത് ബദ്ലുവിനെ ബദ്ലു മാമ എന്ന് വിളിക്കാതെ ബദ്ലു കാക്ക എന്ന് എന്തുകൊണ്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്? उत्तर, बचपन में लेखक अपने मामा के गांव चाव से इसलिए जाता था क्योंकि लेखक के मामा के गांव में बदलू मणिहार रहता था. बदलू मणिहार रहता था. അവിടെ കുട്ടിക്കാലത്ത് നാട്ടിൽ വളരെ ഇഷ്ടമായിരുന്നു പോകാൻ. കാരണം അവിടെ ആരാ ഉണ്ടായിരുന്നത്? മാമൻ്റെ നാട്ടിൽ ബദ്ലു മണിഹാർ. മണിഹാർ എന്ന് പറഞ്ഞാൽ ഇത് കുപ്പി വളകൾ ഉണ്ടാക്കുന്ന ആളല്ലേ, വളകൾ ക്രാഫ്റ്റ്മാൻ ആണ് മണിഹാർ. അപ്പോൾ ബദ്ലു എന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. बहुत ही सुंदर चूड़ियाँ बनाता था. लेखक को बदलू से अत्यधिक लगाव था. അപ്പോൾ ബദ്ലു നല്ല സുന്ദരമായ വളകൾ ഉണ്ടാക്കുമായിരുന്നു, നല്ല ഭംഗിയുള്ള വളകൾ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ബദ്ലുവിൻ്റെ അടുത്ത് വലിയ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, ലഗാവ് था. वह लेखक को ढेर सारी लाख की रंग बिरंगी गोलियां बनाकर देता था. ലേഖകിന് എന്താ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ആ മറ്റേ ഗോട്ടികൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. गांव के सभी बच्चे बदलू को बदलू काका कहकर बुलाते थे, इसलिए लेखक भी उसे बदलू मामा न कहकर बदलू काका कहता था. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളും ബദ്ലുവിനെ ബദ്ലു കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ലേഖകനും ബദ്ലു മാമയെ ബദ്ലു കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി
വസ്തുവിനിമയ് ക്യാ ഹൈ, വിനിമയ് की പ്രചലിत പദ്ധതി ക്യാ ഹൈ, എന്താണ് വസ്തുവിനിമയ്, പിന്നെ അതിൻ്റെ ആ പദ്ധതിയെ പറ്റി പറയാനാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. जब किसी एक वस्तु या सेवा के बदले दूसरी वस्तु या सेवा का लेन देन होता है तो इसे वस्तु विनिमय कहते हैं. അതായത് ഏതെങ്കിലും ഒരു വസ്തു കൊടുത്തിട്ട് അതിന് പകരം മറ്റൊരു സാധനം അത് അങ്ങനെ ചെയ്യുന്നതിനാണ് വസ്തുവിനിമയം എന്ന് പറയുന്നത്. അതിൽ സേവ, അതായത് എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ച് ഒരു ഉപകാരം, അതും വസ്തുവിനിമയത്തിൽ പെടും. പിന്നെ ജैसे एक गाय लेकर 10 बकरियां देना, അങ്ങനെ ഒരു പശു കൊടുത്തിട്ട് 10 ആടുകൾ മേടിക്കുക. ഇസ് പദ്ധതി മേ റുപ്പിയ पैसे का इस्तेमाल नहीं किया जाता, ഇതിൽ കാശ് ഉപയോഗിക്കത്തില്ല. അതായത് उदाहरण के तौर पर पाठ में लोग अनाज के बदले बदलू से चूड़ियाम ले जाया करते थे. അങ്ങനെ അനാജ് അല്ല ധാന്യം കൊടുത്തിട്ട് അരി കൊടുത്തിട്ട് പിന്നെ അതിന് പകരമായിട്ടാണ് ഈ വളകൾ അവർ കൊണ്ടുപോകാറുണ്ടായിരുന്നത്, लाखी चूड़ियाँ. അപ്പോൾ किंतु अब मुद्रा के चलन के कारण वर्तमान परिवेश में वस्तु का लेन देन मुद्रा के द्वार होता है, അങ്ങനെ ദ്വാര होता है. അതായത് ഇപ്പോൾ മുദ്ര, അതായത് കാശ് അല്ലേ, കാശ് കൊടുത്തിട്ടാണ് ഇപ്പോൾ സാധനങ്ങൾ ലെയിൻ ദേൻ, അതായത് അതാൻ കൊടുക്കലും വാങ്ങലും ഒക്കെ നടക്കുന്നത്. വിനിമയ്ക്ക് പ്രചലിത് പദ്ധതി പൈസ, ഇപ്പോൾ കാശാണ് വിനിമയ്ക്ക് പ്രചലിത് പദ്ധതി, ഇപ്പോഴത്തെ എന്താണ് കാശാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ मशीनी युग में ने कितने हाथ काट दिए हैं, इस पंक्ति में लेखक ने किस व्यथा की और संकेत किया है. ഈ മഷീൻ യുഗം, അതായത് മെഷീനുകൾ മാത്രം ഉപയോഗിക്കുന്ന ഈ യുഗത്തിൽ കിത്നെ ഹാത്ത് കാട്ട് ദിയ, എത്ര പേരുടെ കൈകൾ മുറിച്ചിട്ടുണ്ട്. അതായത് ഇത് ഏത് ദുഃഖത്തെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. मशीनी युग ने कितने हाथ काट दिए हैं, इस पंक्ति में लेखक ने मशीनों के प्रयोग के कारण समाज में बढ़ती बेरोजगारी और बेकारी की समस्या की ओर संकेत किया है. അതായത് ആ പങ്ക്തി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹാത്ത് കാട്ടി എന്ന് പറഞ്ഞാൽ ബേറോസ്ഗാരിയാണ്, അതായത് ജോലിയില്ലായ്മ അല്ലേ, അവർക്കൊന്നും പണി ചെയ്യാൻ ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം. അതായത് മഷീനീകരൺ കെ കാരണം ഹസ്തശില്പ पर बहुत बुरा प्रभाव पड़ा है. അത് ഹസ്തശില്പമൊന്നും ഇല്ലാതായി, അതായത് കരകൗശലത്തിൻ്റെ ആ ഏരിയയിൽ മഷീനീകരൺ കാരണം ഒന്നും അവർക്ക് ജോലി ഇല്ലാതായി, പണിയൊന്നും ഇല്ലാതായി. കാരിഗറോം കെ പൈതൃക് വ്യവസായ് ബന്ദ് ഹോ ഗയ, അതായത് പൈതൃകമായിട്ട് കിട്ടിയ ആ വ്യവസായം അതൊക്കെ കാരിഗറുടെ, അതായത് ക്രാഫ്റ്റ്സ്മാൻ്റെ എല്ലാ പണികളൊന്നും ഇല്ലാതായി അവർക്ക്. ലോക് ബേറോസ്ഗാർ ഹോ ഗയ, അതായത് ജോലി ഇല്ലാതായി. മെഷീനോ കെ ആഗമൻ സെ കാരിഗറോ കി റോസി റോട്ടി കാ സാധൻ ഖത്മ ഹോ ഗയ. അങ്ങനെ ആ ക്രാഫ്റ്റ്സ്മാൻ്റെ അവരുടെയൊക്കെ ജോലി ഇല്ലാതാവുകയും പിന്നെ നിത്യവൃത്തിക്കുള്ള ഒന്നും അവർക്ക് കിട്ടാതെയായി. സാധൻ ഖത്മ ഹോ ഗയ. പിന്നെ बदलू के मन में ऐसी कौन सी व्यथा थी जो लेखक से छिपी न रह सकी. ബദ്ലുവിൻ്റെ മനസ്സിൽ എന്തോ ഒരു ദുഃഖമുണ്ടായിരുന്നു, അത് ലേഖകനിൽ നിന്നും ഒളിഞ്ഞിട്ടില്ല, അതായത് ലേഖകൻ അത് മനസ്സിലായി അപ്പോൾ തന്നെ അതെന്തായിരുന്നു എന്നാണ്. ബദ്ലു लाख की चूड़ियाँ बेचा करता था, परंतु जैसे वैसे कांच की चूड़ियों का प्रचलन बढ़ता गया उसका व्यवसाय ठप पड़ने लगा. അത് ബദ്ലുവിൻ്റെ ലാക്കി ചൂടിയാമാണ് ബദ്ലു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ വർഷങ്ങൾ പോകുന്തോറും ആ കാഞ്ച് ചൂടിയാം, അതായത് കുപ്പിവളകളുടെ പ്രചലനമായിരുന്നു കൂടിയത്, അതായത് കുപ്പിവളകളാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ വ്യവസായം തന്നെ ഇല്ലാതായി, നിന്നുപോയി. ठप पड़ने लगा. अपने व्यवसाय की यह दुर्दशा बदलू को मन ही मन കച്ചോട്ടി थी. അല്ല ആ ദുർദശ, അതായത് അതിൻ്റെ നാശം, അതില്ലാതാവുക എന്നത് അദ്ദേഹത്തിന് വളരെയധികം വിഷമം നൽകുന്ന കാര്യമായിരുന്നു. ആ വ്യവസായം, അതിൻ്റെ ആ സ്ഥിതി അദ്ദേഹത്തിന് വളരെയധികം മനസ്സിന് കച്ചോട്ടി, അതിനെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. ബദ്ലു കെ മൻ കി യ വ്യഥ ലേഖക് സെ छिपी न रह सकी. ഈ വ്യഥയാണ്, ഈ ദുഃഖമാണ് ബദ്ലുവിന് ലേഖകനിൽ നിന്നും ഒളിപ്പിക്കാൻ സാധിക്കാത്തത്. മഷീനി യുഗ് സെ ബദ്ലു കെ ജീവൻ മേ ക്യാ ബദലാവായ, മഷീൻ്റെ ആ യുഗം തുടങ്ങിയതോടെ ബദ്ലുവിൻ്റെ ജീവിതത്തിൽ എന്താ വ്യത്യാസം വന്നത്. മഷീനി യുഗ് കെ കാരണം ഉസ്കാ സാരാ വ്യവസായ ചോപ്പട്ട് ഹോ ഗയ. മഷീൻ്റെ യൂസസ് തുടങ്ങിയപ്പോഴേക്കും ബദ്ലുവിൻ്റെ എല്ലാ വ്യവസായവും ഇല്ലാതായി. ഉസ്നെ ഇസ് ലാക്കി ചൂടിയോം കെ അലാവ കഭി ഓർ കുച്ച് സീഖാ ഹി നഹീ താ. അതുണ്ടാക്കാൻ മാത്രമേ ബദ്ലുവിന് അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ. ബദ്ലുവിന് വേറെ ഒരു പണിയും അറിയത്തില്ലായിരുന്നു, ഒരു പണിയുടെ അറിവില്ലായിരുന്നു. ജിസ്കെ കാരണം വ ബേറോസ്ഗാർ ഹോ ഗയ. അതുകൊണ്ട് ബദ്ലു
ബേറോസ്ഗാർ, അതായത് തൊഴിലില്ലായ്മ, അദ്ദേഹത്തിന് തൊഴിലില്ലാതായി. अब वह कमज़ोर व बीमार हो गया था, അതായത് വീക്കായി, പ്രായമായി, അത് മാത്രമല്ല വീക്കുമായി, പിന്നെ അസുഖങ്ങളും വന്നു തുടങ്ങി. उसकी बेबसी लेखक को उसके चेहरे पर दिखाई देने लगी थी, जिसने उसे एक बूढ़ा व बीमार व्यक्ति बना दिया था. അതായത് ബേബസി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ, ലേഖക്കോ ഉസ്കെ ചെഹരെ पर दिखाई देने लगी थी, മുഖത്ത് കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിസ്നെ ഉസെ एक बूढ़ा व बीमार व्यक्ति बना दिया था, ആ വിഷമം ബദ്ലുവിനെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാക്കിയിട്ട് മാറ്റി കഴിഞ്ഞിരുന്നു. വ്യക്തിവാചക് സഞ്ജാൻ ജैसे शहर, गांव, पतली मोटी, गोल, चिकना ഇത്യാദി, അതിൽ ല എന്നതൊക്കെ വ്യക്തിവാചകാണ്. ജാതിവാചക് സഞ്ജ എന്ന് പറഞ്ഞാൽ ചരിത്ര, സ്വഭാവം, വജൻ, അത് വസൻ അതിൻ്റെ വെയിറ്റ്, പിന്നെ ആക്കാർ അതിൻ്റെ ആകൃതി, അതിനനുസരിച്ചിട്ടൊരു ജാതിയായിട്ട്, അത് ജാതിവാചക് സഞ്ജ. പിന്നെ ഭാവവാചക് സഞ്ജ എന്ന് പറഞ്ഞാൽ സുന്ദരത, അതായത് നാസുക് അല്ലെങ്കിൽ പ്രസന്നത, സന്തോഷം കാണിക്കുന്ന, ദുഃഖം കാണിക്കുന്ന, ഇങ്ങനെ ആ നാമത്തെയാണ് ഭാവവാചക് സഞ്ജ എന്ന് പറയുന്നത്. जिसमें कोई व्यक्ति नहीं है और न आकार, वजन, परंतु उसका अनुभव होता है. പാഠ് से तीनों प्रकार की संज्ञाएं चुनकर लिखी എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യക്തിവാചക് സഞ്ജ എന്ന് പറഞ്ഞാൽ ജമീന്ദാർ, മാമ, ബദ്ലു, അതൊക്കെ വ്യക്തിവാചകാണ്. പിന്നെ ജാതിവാചക് എന്ന് പറഞ്ഞാൽ സ്ത്രീയാം, ചാർപ്പായി, ബേട്ടി, ബच्चे, ചൂടിയാം. പിന്നെ ഭാവവാചക് എന്ന് പറഞ്ഞാൽ ബീമാർ, ബേറോസ്ഗാർ, പ്രസന്നത, വ്യക്തിത്വ, ശാന്തി ഓർ പഠായി. അപ്പോൾ ഒരു വ്യക്തിയെ കാണിക്കുന്നതാണ് ജമീന്ദാർ, മാമ, ബദ്ലു അല്ല, അതുകൊണ്ട് വ്യക്തിവാചക്. ജാതിയെ, ഒരു ഗ്രൂപ്പ് അല്ലേ, അതിനെ പറയുന്നതാണ്, അതുകൊണ്ടാണ് ബേട്ടി, ബच्चे അങ്ങനെ പറയുന്നത്. ഭാവവാചക് എന്ന് പറഞ്ഞാൽ ഒരു ഭാവം, അനുഭവം ഹോത്തായ, എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ അതിനെയാണ് ഭാവം എന്ന് പറയുന്നത്. പ്രസന്നത അല്ലെ, ശാന്തി, അതിനെയൊക്കെയാണ് ഭാവവാചക് എന്ന് പറയുന്നത്. बदलू को किसी बात से चिढ़ थी तो कांच की चूड़ियों से, और बदलू स्वयं कहता है जो सुंदरता कांच की चूड़ियों में होती है लाख में कहाँ संभव है. ये पंक्तियाँ बदलू की दो प्रकार की मनोदशाओं को सामने लाती है, और दूसरी पंक्ति में उसके मन की पीड़ा है, उसमें व्यंग्य भी है, और हारे हुए मन से या दुखी मन से अथवा व्यंग्य में बोले गए वाक्यों के अर्थ सामान्य नहीं होते, और कुछ व्यंग्य वाक्यों के ध्यानपूर्वक समझकर एकत्र कीजिए और उनके भीतरी अर्थ की വ്യാഖ്യ करके लिखिए. അതായത് വ്യംഗ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമം തട്ടിയിട്ട് പറയുന്ന വാക്കുകളാണ് വ്യംഗ്യം. അപ്പോൾ ഇതിലുള്ള എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ആ കഥയിലുണ്ടായിരുന്ന ആ സെൻറ്റൻസ് എന്തായിരുന്നു? बदलू को किसी बात से चिढ़ थी तो कांच की चूड़ियों से, और बदलू स्वयं कहता है जो सुंदरता कांच की चूड़ियों में होती है लाख में कहाँ संभव है. അതൊരു വ്യംഗ്യമാണ്, കാരണം അത് വിഷമിച്ചിട്ട് പറയുകയാണ് അല്ലേ. അതുപോലത്തെ എന്തെങ്കിലും പങ്ക്തികളുണ്ടെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. बदलू ने मेरी दृष्टि देख ली और बोल पड़ा, मेरी दृष्टि देख ली और बोल पड़ा, यही आखिरी जोड़ा बनाया था ज़मींदार साहब की बेटी के विवाह पर. 10 आने पैसे मुझको दे रहे थे, मैंने जोड़ा नहीं दिया, कहा शहर से ले आओ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇസ് കഥൻ മേ ഉൻകെ ജമീന്ദാർ पर व्यंग्य करना है. ആ വർത്തമാനത്തിൽ, ആ സംഭാഷണത്തിൽ इस कथन में उनके ज़मींदार पर व्यंग्य करना है. ज़मींदारനെയാണ് व्यंग्य ചെയ്യുന്നത് ഇതിൽ. जिस बदलू की चूड़ियों की धूम सारे गांव में नहीं अपितु आसपास के गांव में भी थी, लोग शादी विवाह पर उसको मुंह मांगे मूल्य दिया करते थे. അതായത് ചുറ്റുവട്ടമുള്ള ആ നാട്ടിൽ മാത്രമല്ല, ചുറ്റുവട്ടമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർ പോലും അദ്ദേഹത്തിൻ്റെ ആ അലാക്കി ചൂടി, അതിൻ്റെ വില അവർക്ക് ആ സമയത്ത് അറിയാമായിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല അതിൻ്റേതായിട്ടുള്ള വില ഉണ്ടായിരുന്നു അല്ലേ. ജമീന്ദാർ ഉസെ 10 ആനെ ദേക്കർ സന്തുഷ്ട കർണ ചാഹത്തെ थे. വെറും 10 അണ കൊടുത്തിട്ട് ജമീന്ദാർ ബദ്ലുവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദൂസറ വ്യംഗ്യ ഉസ്നെ ഷഹർ पर किया है. ഇപ്പോൾ രണ്ടാമത്തേത്, ഇപ്പോൾ ആദ്യത്തെ ആയിരുന്നു, അതായത് ജമീന്ദാറിൻ്റെ അടുത്ത് പറഞ്ഞ അതായത് ആ വ്യംഗ്യ, അതായത് 10 आने पैसे मुझको दे रहे थे, मैंने जोड़ा नहीं दिया, कहा शहर से ले जाओ. फिर दूसरा व्यंग्य उसने शहर पर किया है, ज़मींदार के द्वारा उसको सिर्फ 10 आने देने पर उसने ज़मींदार को चूड़ियाँ शहर से लाने के लिए कह दिया. അപ്പോൾ ഇവിടെ നിന്നല്ല, ഇനി ഷഹർ അതായത് നഗരത്തിൽ പോയി മേടിക്കാൻ പറഞ്ഞു. क्योंकि शहर की चूड़ियों का मूल्य उसकी चूड़ियों से सहस्त्र गुना महंगा था.
അതായത് സഹസ്ര, അതായത് സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, ആയിരക്കണക്കിന് വില കൂടുതലാണ്, അതെ അത്രയ്ക്ക് വില മതിക്കുന്നതാണ് ഷഹർ കി ചൂടിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും ഒരു വ്യംഗ്യമാണ് അല്ലേ. ക്യോंकि शहर की चूड़ियों का मूल्य उसकी चूड़ियों से ज़्यादा है. गांव की बोली में कई शब्दों के उच्चारण बदल जाते हैं. ഉച്ചാരണം മാറും അല്ലേ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ സ്ലാങ് എന്ന് പറയത്തില്ല, പക്ഷേ ഇങ്ങനെ ഉച്ചാരണം മാറും. കഹാനി മേ ബദ്ലു വക്ത്, വക്ത് സമയ് എന്നതിൻ്റെ അർത്ഥം വരുന്നതിന് അതിന് ബഖത്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഉംർ എന്ന് പറഞ്ഞാൽ വയസ്സ് അല്ലെങ്കിൽ ആയു, അതിനെയാണ് ഉംർ എന്ന് പറയുന്നതിന് പകരം ഉമർ എന്ന് പറയുന്നത്. ഇസ് तरह के अन्य शब्दों को खोजिए जिनके रूप में परिवर्तन हुआ है अर्थ में नहीं. അർത്ഥത്തിൽ മാറുന്നില്ല, പക്ഷേ അതിൻ്റെ രൂപത്തിൽ അതിന് വ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? ഉംർ, ഉമർ. മർദ് എന്ന് പറയുന്നത് മരദ്, മരദ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അല്ലേ. ഭയ്യ എന്ന് പറഞ്ഞാൽ ഭയ്യ എന്ന് പറഞ്ഞാൽ ഭയ്യ എന്ന് പറയുന്നതും ഭയ്യ. ഗ്രാം എന്ന് പറഞ്ഞാൽ ഗാവ്. പിന്നെ അംബ എന്ന് പറഞ്ഞാൽ അമ്മ. ദുർബൽ എന്ന് പറഞ്ഞാൽ ദുബ്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.